വെറും 3 സാധനങ്ങൾ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. മാങ്ങ, ബ്രെഡ്, മുട്ട. ഇത് കേൾക്കുമ്പോൾ കൈൻഡ് ഓഫ് വിയേർഡ് കോമ്പിനേഷൻ ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിലും എനിക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടു ബി ഹോണസ്റ്റ് ഫസ്റ്റൊന്നും ചൂടോടെ കഴിച്ചപ്പോൾ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഓഫ് കോഴ്സ് തലേന്ന് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ മാങ്ങ അത്യാവശ്യം പുഴുങ്ങുന്നുണ്ട്. ലൈക്ക് പായൊക്കെ വാട്ടുന്ന പോലെ വാട്ടുന്നുണ്ട് നെയ്യിലൊക്കെ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ചൊയ സിമിലർ ടു പഴമായി വരും. അപ്പോൾ ഈ ചൂടോടെ കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ആ ചൂടൊക്കെ പോയി കഴിഞ്ഞ് അങ്ങനെ തലേന്നൊക്കെ നമ്മൾ തിന്നുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ബൈ ദ വേ ഞാൻ പറയാൻ മറന്നുപോയി, 2 മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ലൈക്ക് പായൊക്കെ വാട്ടുന്ന പോലെ. ബ്രെഡൊന്ന് പരത്തി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ സൈഡ് പൊടിക്കുക. പിന്നെ ബ്രെഡിനകത്ത് ഫില്ലിങ്സ് ആയിട്ട് നമ്മുടെ മാങ്ങ വാട്ടിയത് അതൊന്ന് ഫില്ലിങ്സ് ആയി കൊടുത്തിട്ട് മുട്ട, ബ്രെഡ് ക്രംസ് അതിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊക്കെ അറിയത്തില്ലേ, അങ്ങനെ മുട്ട, ബ്രെഡ് ക്രംസ് അങ്ങനെയൊക്കെ ഇട്ട് പോയിട്ട് പിന്നെ നമ്മൾ നെയ്യിലിട്ട് അങ്ങോട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുക. ചിലത് ലൈക്ക് കട്ലറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും എണ്ണയിലിട്ട് മുക്കി അങ്ങ് പൊരിക്കലാണ് എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ വലിയ താല്പര്യമല്ല. അതാകുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് അൺഹെൽത്തിയിൽ നിന്ന് മാറി ഒരു ഹെൽത്തി വേർഷൻ ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ബൈ ദ വേ ഇപ്പോൾ തിന്നിട്ട് എനിക്കെന്തോ പുഴുങ്ങിയ ഫീലാണ് തോന്നുന്നത്. നാളെ വന്ന് തിന്ന് നോക്കാം.